ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ നിഷേധമെന്ന് പരാതി. ഡോക്ടറില്ലാത്തതിനെ തുടർന്ന് കാഷ്വാലിറ്റിയിൽ രോഗികൾ മണിക്കൂറുകളോളമാണ് കാത്തുനിന്നത്. കാഷ്വാലിറ്റിയിലെത്തിയ കുട്ടിയെ ചികിത്സിക്കാതെ പറഞ്ഞയച്ചു. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്നാണ് രോഗികളുടെ പരാതി. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആശുപത്രിയിൽ സന്ദർശനം നടത്തുന്നതിനിടയിലാണ് ഈ ആരോപണം ഉയരുന്നത്. ചികിത്സാ നിഷേധവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് ആരോഗ്യമന്ത്രി പ്രതികരിച്ചില്ല. മന്ത്രി അകത്ത യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടയിൽ ആശുപത്രിക്ക് പുറത്ത് ഡിവൈഎഫ്ഐ പൊതിച്ചോറ് വിതരണം ചെയ്തു. ആര് തീർത്താലും അന്നം മുടക്കില്ല എന്ന ഫ്ലക്സുമായിട്ടാണ് പൊതിച്ചോറ് വിതരണം നടത്തിയത്. രാഹുൽ സുരേഷ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. രാഹുൽ, ഇടുക്കി ജില്ലാ ആശുപത്രി ഏറ്റവും തിരക്കേറിയ ഇടുക്കിയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രി. ധാരാളം പാവങ്ങൾ ദിവസവും ചികിത്സ തേടിയെത്തുന്ന ഒരു ആശുപത്രി. ആശുപത്രിയിൽ ഇങ്ങനെ തന്നെയാണോ? ഇതിനു മുൻപും ഇതേ അവസ്ഥ തന്നെ ആയിരുന്നോ? ഡോക്ടർമാരുടെ കുറവ് കുറേ നാളുകളായിട്ട് ഉള്ളതാണോ? ഇത് സ്ഥിരം പരാതി ഉയരുന്നതാണോ? അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ആരോഗ്യമന്ത്രി, അതായത് സിസ്റ്റം എല്ലാം ശരിയാക്കാൻ വന്ന പുതിയ UDF സർക്കാരിൽ ഈ ഒരു ആരോഗ്യവകുപ്പ് തന്നെ ചോദിച്ചു വാങ്ങി ഇതിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്ത കെ മുരളീധരൻ ആരോഗ്യമന്ത്രി സന്ദർശിക്കുന്ന സമയത്ത് ഇതാണ് ആശുപത്രിയിലെ അവസ്ഥയെങ്കിൽ മറ്റു സമയങ്ങളിൽ എത്രത്തോളം പരിതാപകരമായിരിക്കും അവസ്ഥയെന്ന് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം പോലുമില്ല. അപ്പോൾ എന്താണ് പ്രദേശത്തെ സാഹചര്യം? എന്തുകൊണ്ടാണ് മന്ത്രിക്ക് ഒരു കൃത്യമായ മറുപടി പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ കഴിയാതിരുന്നത്? പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ടോ രാഹുൽ? ഷിഹാസ്, നാടകീയ സംഭവങ്ങളാണ് ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊടുപുഴയിലാണ് ഈ ജില്ലാ ആശുപത്രി ഉള്ളത്. ഒരു പരിപാടിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് തൊടുപുഴയിൽ എത്തിയത്. അതിനിടയിലായിരുന്നു ജില്ലാ ആശുപത്രി സന്ദർശിക്കാനായി അവിടെ എത്തുകയും ചെയ്തത്. അവിടുത്തെ DMOയുമായും അധികൃതരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി ആശുപത്രിയുടെ അകത്ത്. അതിനിടയിലാണ് കാഷ്വാലിറ്റിയിൽ രോഗികൾ വലിയ ദുരിതം നേരിടേണ്ടി വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കുട്ടിയെ പനിയുമായി അവിടെ എത്തിക്കുകയാണ്. പക്ഷേ ഏറെ നേരം കാത്തു നിന്നിട്ടും ആ കുട്ടിക്ക് ചികിത്സ ലഭിക്കാതെ വന്നു. ചികിത്സാ നിഷേധം ആ കുട്ടി ഏറ്റുവാങ്ങേണ്ടി വന്നു. തുടർന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ കുടുംബം ആംബുലൻസിൽ കയറ്റി കുട്ടിയെ കോട്ടയത്തേക്കുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. നിരവധി ആളുകളാണ് കാഷ്വാലിറ്റിയിൽ ഈ ചികിത്സ തേടിക്കൊണ്ട് ക്യൂ നിൽക്കേണ്ടി വന്നത്. മണിക്കൂറോളം അവിടെ ക്യൂ നിൽക്കേണ്ടി വന്നു എന്നതാണ് രോഗികൾ പറയുകയും ചെയ്യുന്നത്. സാധാരണ ഈ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തുമ്പോൾ താൽക്കാലികമായി വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി മറ്റിടങ്ങളിൽ നിന്നോ അല്ലാതെയോ ഡോക്ടർമാരെ എത്തിച്ചുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടതാണ്. പക്ഷേ ഇവിടെ അതും ഉണ്ടായില്ല. ആരോഗ്യമന്ത്രിയെ ബോധിപ്പിക്കാൻ പോലും അത്തരത്തിലുള്ള നടപടി ആളുകളുടെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. സാധാരണ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇന്നും ഇടുക്കി താലൂക്ക് ആശുപത്രി മുന്നോട്ട് പോകുന്നത്. ഏറെക്കാലമായി ഈ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്ന കാര്യം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. ആ വിഷയങ്ങൾ ഇന്ന് DMO അടക്കമുള്ള ആളുകൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. ഈ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി പുറത്തിറങ്ങിയപ്പോൾ ഈ കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ചികിത്സാ നിഷേധം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന കാര്യം മന്ത്രിയോട് തന്നെ നേരിട്ട് ചോദിച്ചു. പക്ഷേ അതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ആശുപത്രി സൂപ്രണ്ടിനോട് നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുമെന്ന് മറുപടി നൽകിയ ശേഷം മന്ത്രി വാഹനത്തിൽ കയറി പുറത്തേക്ക് പോകുകയായിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നും പ്രതിഷേധം രണ്ട് കാര്യങ്ങളിൽ ഉണ്ടായത്. ഒന്ന്, പൊതിച്ചോറ് വിതരണവുമായി ബന്ധപ്പെട്ടായിരുന്നു. മന്ത്രി അകത്ത് ചർച്ച നടത്തുമ്പോഴാണ് പുറത്ത് ഫ്ലെക്സ് ബോർഡുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ചികിത്സാ നിഷേധം എന്ന പരാതി ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ആശുപത്രിയിലെ സൂപ്രണ്ടിനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപരോധം ഈ മണിക്കൂറുകളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവുണ്ട്. ഇത് നേരത്തെ തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. ആരോഗ്യമന്ത്രി ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുകൂടി ഇടുക്കി DMO ഡോക്ടർ ഐപ്പ് ജോസഫ് ഇപ്പോൾ റിപ്പോർട്ടർ TVയോട് പ്രതികരിക്കുന്നുണ്ട്. നിലവിൽ OP ഡോക്ടർമാരെ കൂടി ഉൾപ്പെടുത്തിയാണ് ഈ കാഷ്വാലിറ്റി പ്രവർത്തിക്കുന്നത്. അപ്പോൾ സാഹചര്യം നേരിട്ട് ഇന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരനെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇനി ഉചിതമായ നടപടികൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവട്ടെ, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം.